മെഗാ തൊഴിലവസര പദ്ധതി പ്രഖ്യാപനവുമായി നരേന്ദ്രമോദി. യുവാക്കൾക്കായുള്ള 1,00,000 കോടിയുടെ പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. 3.5 കോടി യുവാക്കൾക്ക് പ്രയോജനപ്പെടുമെന്ന് ചെങ്കോട്ടയിൽ നടത്തിയ പ്രസംഗത്തിൽ മോദി വ്യക്തമാക്കി. കൂടാതെ $10 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയിലേക്ക് രാജ്യം 2047ഓടെ എത്തുമെന്നും മോദി വ്യക്തമാക്കി. എല്ലാ ഭാഷകളും തുല്യം, എല്ലാ ഭാഷകളും വികസിക്കണമെന്നും മോദി പറഞ്ഞു. കുവൈറ്റിൽ മദ്യവിഷബാധ കേസുകൾ 160ആയി ഉയർന്നു. മലയാളികളടക്കം 23 പേർ മരിച്ചതായി ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. മരിച്ച പ്രവാസികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. നിരവധി പേർ ഇപ്പോഴും വെന്റിലേറ്ററിൽ തുടരുകയാണ്. സംഭവത്തിൽ ആഭ്യന്തര മന്ത്രാലയം അന്വേഷണം കൂടുതൽ ശക്തമാക്കി. വ്യാജമദ്യ നിർമ്മാണ കേന്ദ്രം നടത്തിപ്പുകാരായ 2 ഏഷ്യക്കാരെ കുവൈറ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. ഭൂരിഭാഗം കേസുകളും ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. ജീവൻ പോകുന്നതിന് കാരണമാകുന്ന ഇത്തരം പെരുമാറ്റങ്ങൾ ഒഴിവാക്കണമെന്ന് ആരോഗ്യ മന്ത്രാലയം പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയും അഭ്യർത്ഥിക്കുകയും ചെയ്തു. കുവൈറ്റിലെ വിഷമദ്യ ദുരന്തത്തിൽ മരിച്ചവരിൽ മലയാളിയും. കണ്ണൂർ ഇരിണാവ് സ്വദേശി പി സച്ചിനാണ് മരിച്ചത്. 31 വയസ്സായിരുന്നു. കുവൈത്തിൽ ഒരു ഫ്ളാറ്റിലെ സുഹൃത്തുക്കൾക്കൊപ്പമാണ് സച്ചിന് താമസിച്ചിരുന്നത്. അതിനിടെ മദ്യം കഴിക്കുകയും ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയുമായിരുന്നു. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സച്ചിന്റെ ആരോഗ്യസ്ഥിതി മോശമാകുകയും മരണം സംഭവിക്കുകയുമായിരുന്നു. സച്ചിൻ മരിച്ചതായുള്ള വിവരം വീട്ടുകാരെ സുഹൃത്തുക്കളും അധികൃതരും അറിയിച്ചിട്ടുണ്ട്. സച്ചിന്റെ ചില സുഹൃത്തുക്കൾക്കും ദേഹാസ്വാസ്ഥ്യമുണ്ടായിരുന്നു. ചിലരുടെ നില ഗുരുതരമെന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ. അതേസമയം കുവൈറ്റിൽ നിരവധി പേരുടെ മരണത്തിന് ഇടയാക്കിയ വിഷമദ്യ ദുരന്തവുമായി ബന്ധപ്പെട്ട് 2 പ്രവാസികൾ അറസ്റ്റിലായതായി ആഭ്യന്തര മന്ത്രാലയ വൃത്തങ്ങളെ ഉദ്ധരിച്ച് പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. ജിലീബ് അലഷ്യൂഗ് മേഖലയിൽ ബ്ലോക്ക് 4-ൽ പ്രവർത്തിച്ചിരുന്ന അനധികൃത മദ്യ നിർമ്മാണ കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരാണ് പിടിയിലായത്. ആലപ്പുഴ എക്സ്പ്രസ് ട്രെയിനിന്റെ ശുചിമുറിയിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തി. S3 കോച്ചിലെ ശുചിമുറിയിലെ വേസ്റ്റ് ബിന്നിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു മൃതദേഹം. ഏകദേശം 4 മാസത്തോളം പ്രായമുള്ള ഭ്രൂണമാണിതെന്ന് പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായി. ഇന്നലെ രാത്രി റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് നടത്തിയ പതിവ് പരിശോധനയിലാണ് സംഭവം പുറത്തറിയുന്നത്. സംശയാസ്പദമായ സാഹചര്യത്തിൽ മൃതദേഹം കണ്ടതിനെ തുടർന്ന് RPF ഉടൻ തന്നെ കേസെടുത്തു. അന്വേഷണത്തിന്റെ ഭാഗമായി S3 കോച്ചിലുണ്ടായിരുന്ന യാത്രക്കാരുടെ വിവരങ്ങൾ ശേഖരിച്ച് പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. വീട്ടുമുറ്റത്തെ മരത്തിലെ കടന്നൽകൂട് നശിപ്പിക്കുന്നതിനിടെ കഴുത്തിൽ കടന്നൽ കുത്തേറ്റ് മരം വെട്ട് തൊഴിലാളി മരിച്ചു. ബാലരാമപുരത്താണ് സംഭവം. വെടിവച്ചാങ്കോവിൽ പുല്ലുവിളാകത്ത് വീട്ടിൽ രതീഷാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് വെടിവച്ചാങ്കോവിലിനു സമീപം ഇഞ്ചക്കര ലേഖയുടെ വീട്ടിലെ മരത്തിലുണ്ടായിരുന്ന കടന്നലിനെ നശിപ്പിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. സംഭവം നടന്ന സമയത്ത് യുവാവിനോടൊപ്പം സുഹൃത്തുമുണ്ടായിരുന്നു. തിരൂരങ്ങാടി തെയ്യാലിങ്ങലിൽ ആയുധങ്ങളുമായെത്തിയ സംഘം കാർ തടഞ്ഞു നിർത്തി 2 കോടി രൂപ കവർന്നു. തെന്നല സ്വദേശി ഹനീഫയുടെ പണമാണ് കവർന്നത്. കൊടിഞ്ഞിയിൽ നിന്ന് പണം വാങ്ങി താനൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ തെയ്യാലിങ്ങല് ഹൈസ്കൂൾ പടിയിൽ വെച്ചാണ് പണം കവർന്നത്. വ്യാഴാഴ്ച രാത്രി 10 മണിയോടെയാണ് സംഭവം. അറക്കല സ്വദേശി മുഹമ്മദ് ഹനീഫ, മുഹമ്മദ് അഷ്ഫ് എന്നിവരാണ് 1,95 ലക്ഷം രൂപയുമായി കാറിൽ സഞ്ചരിച്ചത്. എതിർഭാഗത്തുനിന്ന് കാറിൽ വന്ന അക്രമി സംഘം ആയുധങ്ങളുമായിറങ്ങി പണം തട്ടിയെടുക്കുകയായിരുന്നു. നടന് ബിജുക്കുട്ടന് വാഹനാപകടത്തിൽ പരിക്കേറ്റു. പാലക്കാട് കണ്ണാടി വടക്കുമുറിയിൽ വെച്ചാണ് അപകടമുണ്ടായത്. പുലർച്ചെ 6 മണിയോടെയാണ് സംഭവം. ബിജുക്കുട്ടന് സഞ്ചരിച്ചിരുന്ന കാര് ദേശീയപാതയ്ക്ക് അരികിൽ നിർത്തിയിട്ടിരുന്ന ലോറിയിൽ ഇടിക്കുകയായിരുന്നു. ബിജുക്കുട്ടനും ഡ്രൈവർക്കും നേരിയ പരിക്കാണുള്ളതെന്നാണ് വിവരം. ഇരുവരും പാലക്കാട്ട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. ഇതുപോലെയുള്ള ന്യൂസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.